മനുഷ്യകുലത്തിൻ്റെ വളർച്ചയിൽ അവനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒന്നാണ് എഴുതുവാനുള്ള വിദ്യ അവൻ കണ്ടുപിടിച്ചത്. ഉത്തരം കിട്ടാതെ കൺഫ്യൂഷൻ ആവുമ്പോൾ ഇക്കാലത്തും ഒരു പേന കൊണ്ട് നിങ്ങൾ പേപ്പറിൽ എഴുതുന്നത് മതിയാവും നിങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷൻ ലഭിക്കാൻ. ഡിസിഷൻ ഒന്നും എടുക്കാൻ പറ്റാതെ വളരെ സ്റ്റക്കായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു കടലാസിലും പേനയ്ക്കും ഒരു പക്ഷേ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കും. എന്തിനെങ്കിലും ഓർത്ത് ചിലപ്പോൾ ഭയപ്പെട്ടോ ടെൻസ്ഡായിട്ടോ ഇരിക്കുമ്പോഴും ഇപ്പോഴും ഒരു മാജിക്കൽ പുഷ് തരാൻ പേനയ്ക്കും പേപ്പറിനും കഴിയും. മനസ്സിലുള്ളതെല്ലാം ഒരു പേപ്പറിൽ എഴുതി കത്തിച്ച് കളയുന്ന കാര്യമല്ല, പകരം പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള അറ്റംപ്റ്റാണ് നമ്മൾ ശ്രമിക്കുന്നത്. മനുഷ്യവർഗത്തിൻ്റെ പുരോഗതിയെ സഹായിച്ചിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എഴുതുവാനുള്ള വിദ്യ അവൻ കണ്ടുപിടിച്ചത്. എഴുത്തുവിദ്യ തുടങ്ങുന്നതിന് മുൻപ് മനുഷ്യൻ അവൻ്റെ ഉള്ളിലുള്ള ചിന്തകളും ആശയങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ വാമൊഴിയായിട്ട് വാക്കുകളിലൂടെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കുറെ കാലം ഓർത്തിരിക്കേണ്ട കാര്യമാണെങ്കിൽ അവനത് ഓർമ്മയിൽ തന്നെ സൂക്ഷിക്കേണ്ടി വന്നു. മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു വേറൊരു ഓപ്ഷൻ. പക്ഷേ ഇതിനെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. സ്കൂളിലെ ഹിസ്റ്ററി പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, മെസപ്പൊട്ടോമിയയിലെ മനുഷ്യരാണ് ആദ്യമായി എഴുതാൻ ആരംഭിച്ചത്. ഇന്നേക്ക് ഏകദേശം ഒരു 6000 വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നു ഇതെന്ന് എളുപ്പത്തിൽ നമുക്ക് ഓർത്തു വെക്കാം. ഇന്നത്തെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ടർക്കി, സിറിയ, ഇറാഖ്, ഇറാൻ ഇത്രയും രാജ്യങ്ങൾ ഒരൊറ്റ രാജ്യമായിട്ട് സങ്കല്പിച്ചാൽ പുരാതന കാലത്തെ മെസപ്പൊട്ടോമിയായി. എങ്ങനെയാണ് മെസപ്പൊട്ടോമിയക്കാർ എഴുതിയതെന്ന് വെച്ചാൽ അവർ ചെളിമണ്ണ് കുഴച്ച് അത് നിരപ്പായിട്ട് സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കും. എന്നിട്ടൊരു സൂചിമുന പോലെയുള്ള എഴുത്താണി വെച്ച് അതിൽ അടയാളങ്ങളുണ്ടാക്കും. ചെറിയ ചെറിയ ചിത്രങ്ങളായിരുന്നു അവർ എഴുതാനായിട്ട് യൂസ് ചെയ്തത്. ക്യൂണിഫോം എന്നാണ് ആ ലിപിയെ വിളിച്ചിരുന്നത്. എഴുതിയ ശേഷം ആ ഫലകത്തെ അവർ തീ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ചോ അവർ ഉണക്കിയെടുക്കും. അതിനുശേഷം അത് എന്നേക്കും സൂക്ഷിച്ചു വെക്കാൻ തക്കവണ്ണമുള്ള ഒരു രേഖയായി. ഈ കളിമൺ ഫലകങ്ങളെ ഇംഗ്ലീഷിൽ ക്ലേ ടാബ്ലറ്റ്സ് എന്നാണ് പറയുക. ഈ പേരിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റായ ടാബ്ലറ്റ്സ്, മൊബൈൽ ടാബ്ലറ്റ്, അതിന് ആ പേര് വന്നത്. നമ്മളിപ്പോൾ ഷോർട്ട് ഫോമായിട്ട് ടാബ് എന്ന് വിളിക്കും. മെസപ്പൊട്ടോമിയയ്ക്ക് പുറമെ പിന്നീട് ഈജിപ്റ്റ്, ചൈന മുതലായ സമൂഹങ്ങളിലും അവരുടേതായ എഴുത്തുവിദ്യ വന്നു. സാധനങ്ങളുടെ കണക്കുവിവരങ്ങളൊക്കെ സൂക്ഷിക്കുവാനോ അല്ലെങ്കിൽ നിയമങ്ങൾ എഴുതി വെക്കാനോ ചരിത്രം രേഖപ്പെടുത്താനോ ഒക്കെ വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ കാലത്ത് എഴുത്തുവിദ്യ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് പേപ്പർ കണ്ടുപിടിച്ചപ്പോൾ എഴുത്ത് വ്യാപകമായി. ഡിജിറ്റൽ എഴുത്തിൻ്റെ കാലത്താണ് നമ്മളിപ്പോൾ. ഹായ് എന്ന് നമ്മൾ മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നതും ബ്ലോഗ് എഴുതുന്നതും നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുന്നതും ഒക്കെ ഡിജിറ്റൽ എഴുത്തുകളാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എഴുത്തിനെ പറ്റിയുള്ള ഹിസ്റ്ററി ആയിരുന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽപ്പെട്ട് വളരെ സ്റ്റക്കായിരിക്കുന്നു, നമ്മൾ വളരെ കൺഫ്യൂഷനിലാണ്, നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ചിലപ്പോൾ നമ്മൾ വല്ലാതെ ആങ്ഷ്യസ് ആയിരിക്കും, ഭയങ്കര ഡെസ്പായിരിക്കും. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു പേപ്പറും പേനായും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? മേ ബി അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓഫീസിൽ നിങ്ങളുടെ ജോലി സംബന്ധിച്ച് ബിസിനസ്സായിട്ട് നിങ്ങൾ വളരെ സ്റ്റക്കായിട്ടിരിക്കുമായിരിക്കാം. അങ്ങനെ ഏത് സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പറും പേനായും എടുത്ത് എഴുതി തുടങ്ങുക. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു നോട്ട് പാഡ് എടുത്ത് അതിൽ ടൈപ്പ് ചെയ്താലും മതി. ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് ആദ്യം എഴുതി വെക്കുക. തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ പ്രോബ്ലത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ അറിയാവുന്ന കാര്യങ്ങളും അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ സംശയങ്ങളും ഒന്നൊന്നായിട്ട് എഴുതുക. ഇപ്പോൾ കൃത്യമായി വ്യക്തതയുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ചിലപ്പോൾ ഒരു കാര്യത്തിൻ്റെ അതിൻ്റെ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവാം. അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ ചിന്തകളും നിങ്ങൾക്ക് അവിടെ എഴുതാം. എഴുതി കഴിയുമ്പോൾ അവസാനം ഈ പേപ്പറിലില്ലാത്ത ഒരു കാര്യവും എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് അതിലെ ഓരോ പോയിൻറ്റ്സും എടുത്ത് ഓരോന്നിനും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള, നിങ്ങളെ കൊണ്ട് പറ്റുന്ന, നിങ്ങളുടെ ബുദ്ധി തോന്നുന്ന ആ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് അവിടെ എഴുതാം. ഇനിയും ചില സൊല്യൂഷൻസിന് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരാം. ചിലപ്പം നിങ്ങളായിട്ട് ഒരുപാട് സെർച്ച് ചെയ്ത് പോകണം, ചിലപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടി വരുമായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് അത് ചെയ്യുക. ഇനി അതെല്ലാം മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ഇനി ചില കാര്യങ്ങൾ റിയൽ ആയിരിക്കും, പക്ഷെ വേറെ ചിലത് മനസ്സിൻ്റെ ഒരു ഭാവനയായിരിക്കാം, ഒരു സങ്കല്പമായിരിക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ടെൻഷൻ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ അത് എഴുതി കഴിഞ്ഞിട്ട് ആ പോയിൻറ്റ്സ് കൂടെ പോകുമ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുമെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക.
ഇതൊരു ഭാവനയാണ്, ഇത് റിയൽ അല്ല, ഇത് വെറുതെ മനസ്സ് ഭാവന കൊണ്ട് ഉണ്ടാക്കി തരുന്ന ടെൻഷനാണെന്നൊക്കെ ഉള്ളത് അവിടെ കുറിച്ച് വെക്കുക. അപ്പോൾ ഇങ്ങനെ അതിൽ എഴുതിയിരിക്കുന്ന ഓരോ പോയിന്റിനെ നമ്മൾ അതിനൊരു സൊല്യൂഷൻ നമുക്ക് അപ്പോൾ എന്താണോ നമ്മളെക്കൊണ്ട് അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്താണോ അതവിടെ മാർക്ക് ചെയ്യുന്നു. വേറെ ചിലത് നമുക്ക് ഒരു ആക്ഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടി വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പ് വേണ്ടതുണ്ടാവാം. ഇങ്ങനെ എല്ലാ പോയിന്റിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു. അതിൻ്റെ സൊല്യൂഷൻ നമ്മളവിടെ എഴുതി വയ്ക്കുന്നു. ഇത്രയാവുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിൽ ഒരു നല്ല ക്ലാരിറ്റി, വ്യക്തത വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ചെയ്യാനുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ എന്നിട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. ചിലത് ഒരുപാട് നാളുകൾ ചിലപ്പം കാത്തിരിക്കേണ്ടി വരുന്നുണ്ടാവാം. അപ്പോൾ ഒരു സമയം കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ, ക്ഷമയോടെ കാത്തിരിക്കേണ്ട കാര്യമാണെങ്കിൽ ആ പോയിന്റിനെ അങ്ങനെ തന്നെ കാത്തിരിക്കേണ്ടതായിട്ട് മാറ്റിവെക്കുക. ഇനി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പേപ്പർ നമുക്ക് കത്തിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ വേണമെങ്കിൽ ഇതിലൊരു ഫോട്ടോ എടുത്ത് വെക്കാം. അതല്ല നിങ്ങൾ ലാപ്ടോപ്പിൽ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുമായിരുന്നെങ്കിൽ അത് നിങ്ങൾ അവിടെ സൂക്ഷിച്ച് വെക്കുക. ബിക്കോസ് ഇതേ കാര്യം നമുക്ക് ഇനി ചിലപ്പോൾ അത് റീവർക്ക് ചെയ്യേണ്ടി വരും. ഇതേ വിഷയം നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതേ പ്രോബ്ലം നിങ്ങൾക്ക് കൊണ്ടുവരാം. അപ്പോഴൊക്കെ നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഈ പേപ്പർ എടുത്ത് നോക്കിയിട്ട് നമുക്ക് അതൊന്ന് വീണ്ടും വായിക്കാം. അതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് ഒന്നുകൂടെ നമുക്ക് മനസ്സിലൂടെ നമുക്ക് കൊണ്ടുപോകാം. പുതിയ പോയിന്റ് വരുവാണെങ്കിൽ നമുക്കത് അവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് കത്തിച്ച് കളയരുത്. നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് നിങ്ങൾക്ക് മാത്രം പേഴ്സണലായിട്ട് കാണുന്ന രീതിയിൽ വേറെ ആരും കാണേണ്ട കാര്യമില്ല, നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഈ ഒരു സിമ്പിൾ സ്റ്റെപ്പ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ സ്ട്രെസ് ലെവൽ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും, കാര്യങ്ങൾക്കൊരു നല്ല ക്ലാരിറ്റി, വ്യക്തത നിങ്ങൾക്ക് കിട്ടും, അനാവശ്യമായിട്ടുള്ള ഓവർ ടെൻഷനൊക്കെ നിങ്ങളെ വിട്ടുമാറും. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂടും, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി കിട്ടും, കോൺസെൻട്രേഷൻ ഉണ്ടാവും. പിന്നെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അങ്ങനെ മനസ്സിനെ മൂടിയിരുന്ന കർമ്മങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ട് നിങ്ങളുടെ തലയ്ക്കുള്ളിൽ തോന്നിയിരുന്ന ആ ഒരു ഭാരം അതൊക്കെ നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകുന്നതായിട്ട് തോന്നും. സത്യത്തിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ ബ്രെയിനും ഇതേ സ്റ്റെപ്പ് തന്നെ ചെയ്യാറുണ്ട്. അത് പോയിട്ട് സെർച്ച് ചെയ്യും എന്താണ് ഇതിനുള്ളൊരു പരിഹാരം എന്നൊക്കെ. കോംപ്ലക്സിറ്റി കൂടുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ടും പിന്നെ ഇമോഷണലി നമ്മൾ ഡൗൺ ആവുമ്പോൾ നമ്മുടെ ബ്രെയിൻ വളരെ എഫക്റ്റീവായിട്ട് പ്രോസസ്സ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കുറയും. അത്തരം സിറ്റുവേഷനിൽ നമുക്ക് ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓവർലാപ്പായിട്ട് നമ്മൾ മൊത്തം ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് വരും, നമ്മൾ വീണ്ടും ഡൗൺ ആവും, ഒരു പുക പോലൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നിങ്ങളൊരു പേപ്പറിൽ ഇതുപോലെ എഴുതി അത് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ ക്ലാരിറ്റി വരും. ആ വിഷയങ്ങളിൽ മേൽ നമുക്ക് എന്ത് വേണം എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസും സ്റ്റെപ്പും മുമ്പ് നമ്മൾ പറഞ്ഞ കൂട്ടുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഞാനിത് ഇത്രയും പറഞ്ഞെങ്കിൽ ഒരു പക്ഷേ ഇത് കേൾക്കുന്നത് നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ ചെയ്യുന്ന ഒരാളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യണേ. ഇനി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പക്ഷേ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ കൊണ്ടൊന്നും കിട്ടാവുന്ന ഒരു സൊല്യൂഷൻ കിട്ടാവുന്ന പ്രോബ്ലം ആയിരിക്കത്തില്ല നിങ്ങളുടേത്. വലിയ കോംപ്ലക്സിറ്റി ഉള്ളതാവാം, അറിയില്ല. അത്തരം പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരോട് പറയാനായിട്ട് പ്രത്യേകിച്ചൊരു വാക്കുകളൊന്നും ഇപ്പം ഇല്ല, സൊല്യൂഷനൊന്നും ഇപ്പം പറയാനായിട്ടില്ല. ഇനി നിങ്ങൾക്കത് പറയാൻ പറ്റുന്നതാണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ, ഗുഡ് ബൈ.